ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത്. അതിന്റെ ഞെട്ടല് ഞങ്ങളെ പോലെ ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും അറിയാം. കുട്ടികൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു എന്നത് ശരിയാ എന്ന് കരുതി അവരെ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ലല്ലോ. നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ദുർഗയുടെ വിവാഹം ഒരുപാട് സ്വപ്നം കണ്ടതാ ഞാനും അമ്മയും. പക്ഷെ ആ വിവാഹത്തിൽ പങ്കെടുത്ത് എന്റെ മോളെ അനുഗ്രഹിക്കാനുള്ള ആ ഭാഗ്യം എനിക്കുണ്ടായില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ മോളെ, ഇപ്പം ഞങ്ങളും എല്ലാം മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മൂത്ത പേരക്കുട്ടി ദുർഗയാണ്. എന്നെ ആദ്യമായി മുത്തശ്ശീന്ന് വിളിച്ചതും ദുർഗമോളാ. എനിക്ക് അത് മറക്കാനോ തള്ളിക്കളയാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദുർഗയും കിരണിനെയും വിരുന്നിന് ക്ഷണിക്കാനാ ഞങ്ങൾ വന്നത്. ദുർഗയുടെയും കിരണിന്റെ ഭാഗത്തു നിന്ന് യാതൊരു മര്യാദ ഉണ്ടായിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. അതെ, അല്ലെങ്കിൽ ഇവരെ വിരുന്നിന് വിളിക്കാൻ വരേണ്ട വീട് ഇതല്ലായിരുന്നല്ലോ. ഒളിച്ചോടി കല്യാണം കഴിച്ച ധൈര്യം ഒരു വീടെടുത്ത് താമസിക്കുന്നതിലും കാണിക്കണമായിരുന്നു. അതെങ്ങനെയാ നാത്തൂനെ? ഇവരെ സ്വീകരിക്കാൻ ആളുകൾ റെഡിയായിട്ട് നിൽക്കുമ്പോ ആ ഔദാര്യം പറ്റാനല്ലേ നോക്കൂ. ഞങ്ങൾ ആരും നിർബന്ധിച്ച് കിരണിനെയും ദുർഗയുടെ നിർത്തിയതല്ല. ഇവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള എന്ത് സൗകര്യം വേണേലും അത് റെഡിയാക്കി കൊടുക്കാൻ തയ്യാറുവാ. അതൊന്നും വേണ്ട. ഇതെനിക്ക് എന്റെ സ്വന്തം വീടാ. ഞാൻ താലി കെട്ടിയ പെണ്ണിനെയും കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന സന്തോഷം മറ്റെവിടെ നിന്നും എനിക്ക് കിട്ടില്ല. അതെ, മനസ്സുകൊണ്ട് ഞാനും കിരണും ഇവിടുത്തെ ആളുകളായി മാറിക്കഴിഞ്ഞു. നാണമില്ലാത്തവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗിരിജെ, വേണ്ട. നമ്മൾ ഇവിടെ വന്ന കാര്യം മാത്രം പറഞ്ഞാ മതി. നിങ്ങൾ അച്ഛനും മുത്തശ്ശിയും കൂടി വിരുന്നിന് ക്ഷണിക്ക്. ഞാൻ എന്റെ മോളെ ഒന്ന് കാണട്ടെ. അഷിത അകത്തുണ്ട്, ആന്റി അങ്ങോട്ട് ചെല്ല. വാ ഗിരിജെ, നമ്മളെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? വാ. വസുമതിയുടെയും ഗിരിജയുടെയും സംസാരത്തിൽ മുഷിപ്പൊന്നും തോന്നരുത്. ദുർഗയുടെയും കിരണിന്റെയും വിവാഹം അവർക്ക് ഇപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ആ ഷോക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അല്ലെങ്കിലും ചില സത്യങ്ങൾ അംഗീകരിക്കാൻ ആളുകൾ മടിക്കും. പക്ഷെ ആവശ്യക്കാർക്ക് അത് അംഗീകരിപ്പിച്ചേ മതിയാകൂ, അല്ലേ കിരൺ? അതെ. ദുർഗയെയും കിരണിനെയും ചേർത്ത് പിടിക്കാൻ പൂർണിമ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ വന്നത് നിങ്ങളെ രണ്ടുപേരെയും വിരുന്നിന് ക്ഷണിക്കാനാണ്. രണ്ടുപേരും വരണം. ഒന്നിന്റെ പേരിലും വരാതിരിക്കരുത്. ഇത് അച്ഛന്റെ ആഗ്രഹമാണ്. വരാ അച്ഛാ. കിരൺ എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ എന്തായാലും വരും. ഞാനും ദുർഗയും ചെയ്ത ഒരു വലിയ തെറ്റ് ക്ഷമിച്ച് ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി ഇതുവരെ വന്നല്ലോ, അത് മതി ഞങ്ങൾക്ക്. ആരെന്തൊക്കെ പറഞ്ഞാലും ദുർഗയും കിരണിനെയും ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടവരാ.